നമസ്കാരം. പ്രേക്ഷകർക്കേറിയ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അഭിനയത്തിലേക്ക് ചുവട് വെച്ചിട്ടുണ്ട് രേണു. എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത്. രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും വരാറുണ്ട്. അന്തരിച്ച ഭർത്താവ് നടൻ കൊല്ലം സുധിയെക്കുറിച്ച് രേണു സുധി എപ്പോഴും സംസാരിക്കാറുണ്ട്. ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കൊല്ലം സുധിയും രേണു സുധിയും കണ്ടിട്ടുണ്ട്. കൊല്ലം സുധിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷയാളാണ് രേണു സുധി. ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നത്. ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ രേണു സുധി തയ്യാറായി. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ രേണു സുധി. മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഓർമ്മകൾ പങ്കുവച്ചത്. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 2 വർഷം മുമ്പെയാണ് അവർ മരിച്ചത്. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വേറെ ഭർത്താവും മകനുമുണ്ട്. വേറൊരു കുടുംബമായിരുന്നു. അവിടെ വെച്ചായിരുന്നു മരണം. സുധിച്ചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണതെന്ന് തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. എനിക്കത് ചോദിക്കാൻ നാവ് പൊങ്ങിയില്ല. സുധിച്ചേട്ടനും മകനും എൻ്റെ ആയല്ലോ എന്ന ബോധം എനിക്കുണ്ടായി. ഭാര്യ ഉപേക്ഷിച്ചു പോയ ആൾ എന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ആളോട് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയാണ്. പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അവരോട് എനിക്ക് ദേഷ്യമില്ലായിരുന്നു. സുധിച്ചേട്ടനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു. അവരെ പറ്റി പറയുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു. അവരുടെ പേര് പറയുന്നില്ല. കാരണം അവർ മരിച്ചുപോയല്ലോ. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കിച്ചുവിന് 1.5 വയസ്സുള്ളപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു. 3.5 വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു. അവർ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ സുധിച്ചേട്ടന്റെ പ്രതികരണം ഓർക്കുന്നുണ്ട്. ഞാനും സുധിച്ചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോവുകയാണ്. അതുവരെ ഹാപ്പി ആയിരുന്ന സുധിച്ചേട്ടൻ വല്ലാതായി. എന്നെ കാണിക്കുന്നില്ല. എന്നെ നോക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ കരഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു. പകൽ മുഴുവൻ പിടിച്ചു നിന്നു. രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. വിഷമിക്കാതെ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും സുധിച്ചേട്ടനെ ഒരിക്കലും കോൺടാക്ട് ചെയ്തതായി അറിഞ്ഞിട്ടില്ല. രണ്ടാമത് വിവാഹം ചെയ്ത ശേഷം അവർക്ക് ജനിച്ച മകനെ കൊച്ചിലെ സുധിച്ചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ വന്ന് സുധിച്ചേട്ടനെയും കിച്ചുവിനെയും കൊണ്ട് കാണിച്ചെന്നാണ് അറിഞ്ഞത്. കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു. സുധിച്ചേട്ടൻ മാറി നിൽക്കും. അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും. സിനിമാ കഥ പോലെ. വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല. എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടിയിരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം. ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു. ഡാൻസറായിരുന്നു അവർ. ആ സമയത്ത് കുറെ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ആവാം. അതേസമയം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനെ സ്വന്തം മകനായാണ് രേണു സുധി കാണുന്നത്. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തു രേണു. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. സുധിച്ചേട്ടൻ കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കാറില്ലായിരുന്നു. ഞാൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ അലമാര മാറ്റണമെന്ന് കിച്ചു പറഞ്ഞു. ആ അലമാര എടുത്തു മാറ്റി സുധിച്ചേട്ടനെ കൊണ്ട് പുതിയ അലമാര വാങ്ങിപ്പിച്ചു. അത് അവരുടെ അലമാരയായിരുന്നു. അത് ഇവിടെ വേണ്ട, എൻ്റെ അമ്മ ഇതാണെന്ന് കിച്ചു പറഞ്ഞു. അന്ന് അവന് 12 വയസ്സേ ഉള്ളൂ. അലമാരയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. കിച്ചുവിന് കൊടുത്ത കളിപ്പാട്ടവും. അതൊക്കെ അവൻ കളയുന്നത് കണ്ടിട്ടുണ്ട്. അവർ വേറൊരാൾക്കൊപ്പം പോവുകയായിരുന്നു. കിച്ചുവിന് 3.5 വയസ്സേ ഉള്ളൂ. അമ്മയെക്കുറിച്ച് അവൻ പിന്നീട് സംസാരിച്ചിട്ടേയില്ല. മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല. അവൻ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ മരിച്ച കാര്യം അവനോട് പറഞ്ഞു. മോനെ, പോകണമെങ്കിൽ നിനക്ക് പോകാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കുകയല്ലേ, നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ എന്നാണ് അവൻ മറുപടി നൽകിയത്. പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോക്ക്ഡൗൺ സമയത്തായിരുന്നു സംഭവം. നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ കോൺടാക്ട് ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു പിണക്കവുമില്ല, സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്നാടാ, കാണാമല്ലോ എന്നാണ് ഞാൻ മറുപടി നൽകിയത്. വീഡിയോ കോൾ ചെയ്തു. ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി കണ്ടതിൽ. ഞാൻ ഓർത്തു രേണു എന്നോട് പിണങ്ങുമെന്ന് പറഞ്ഞു. കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു. കിച്ചുവിൻ്റെ കാര്യം ചോദിക്കുന്നേയില്ല. എനിക്ക് വല്ലതും തോന്നുമോ എന്ന് കരുതിയതായിരിക്കും. സുധിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നീടാണ് മരിച്ചു എന്നറിയുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അന്ന് മകന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരുന്നെന്നും രേണു സുധി ഓർത്തു. കുഞ്ഞുണ്ടായിട്ടാണ്, അതായത് കിച്ചു ഉണ്ടായിട്ടാണ് അവർ വീട്ടിലേക്ക് പോയതെന്നറിയാം. കല്യാണം എന്നാണ് നടന്നതെന്നോ താലി കെട്ടിയോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കുഞ്ഞുണ്ടായ ശേഷമാണ് വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തത്. കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് സുധിച്ചേട്ടൻ കത്ത് എഴുതി വെച്ചിരുന്നു. അതുവരെ വീട്ടുകാരും അറിഞ്ഞില്ല. സുധിച്ചേട്ടൻ അന്ന് വീട്ടിൽ വന്ന് പോകുന്നുണ്ട്. കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാരും ഞെട്ടി. സുധിച്ചേട്ടൻ അവരെ നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല. താലി കെട്ടിയാലും കല്യാണമല്ലേ. താലി കെട്ടിയോ എന്നും ഞാൻ സുധിച്ചേട്ടനോട് ചോദിച്ചിട്ടില്ലെന്നും രേണു പറയുന്നു. അതേസമയം രേണു ഇൻഡസ്ട്രിയിലേക്ക് വന്നതിൽ കുടുംബാംഗങ്ങൾക്കും മകനും എതിർപ്പാണെന്ന തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ ഇപ്പോഴുമുണ്ട്. മകൻ കിച്ചു സുധിയുടെ അഭിമുഖങ്ങളും അടുത്തിടെ വൈറലായിരുന്നു. അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യട്ടെ എന്നായിരുന്നു മകൻ പറഞ്ഞത്. കിച്ചുവിനെയും അറിയിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് രേണുവും പറഞ്ഞിരുന്നു. കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോയും കുറിപ്പുമായി രേണു എത്തിയിരുന്നു.
എന്നെ കുറ്റം പറയുന്നവർക്ക് അറിയില്ലല്ലോ, ഇത്രയും ചെറുപ്പം തൊട്ടേ ഞാനും കൂടിയാണ് ഞങ്ങളുടെ മകനെ വളർത്തിയതെന്ന്. നെഗറ്റീവ്സ് പറയുന്നവർ പറയുക, ഒരു പ്രശ്നവുമില്ല എന്നുമായിരുന്നു കുറിപ്പ്. കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോയും ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പേരായിരുന്നു ഫോട്ടോയുടെ താഴെയായി അഭിപ്രായം രേഖപ്പെടുത്തിയത്. പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണോ രേണു ക്ഷീണിച്ചത്? ഈ ഫോട്ടോയിൽ നല്ലതാണല്ലോ എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. 2 വർഷമായി എല്ലാവരും കൂടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുവല്ലേ, മുഖമല്ല എല്ലാം ക്ഷീണിക്കും. നോ പ്രോബ്ലം, സപ്പോർട്ടിന് നന്ദി എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. എന്ത് സന്തോഷമായിരുന്നു ഞങ്ങളുടെ ലൈഫ്, എല്ലാം ഒരൊറ്റ ആക്സിഡന്റിൽ തീർന്നു എന്നായിരുന്നു മറ്റൊരു ഫോട്ടോയെക്കുറിച്ച് രേണു കുറിച്ചത്. പ്രണയം പറഞ്ഞപ്പോൾ മകന്റെ കാര്യം സുധി പറഞ്ഞിരുന്നതായി രേണു നേരത്തെ പറഞ്ഞിരുന്നു. പ്രോഗ്രാമുകളൊക്കെ കണ്ടാണ് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത്. എനിക്കൊരു മോനും ഉണ്ടെന്നും അവന് അമ്മയാവാൻ തയ്യാറാണോ എന്നുമായിരുന്നു സുധി അന്ന് ചോദിച്ചത്. അങ്ങനെ കിച്ചുവിന്റെ അമ്മയായി സുധിച്ചേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് രേണു. സ്റ്റാർ മാജിക്കിലേക്ക് കുടുംബസമേതമായി സുധി എത്തിയിരുന്നു. ഞാനും മക്കളുമാണ് അദ്ദേഹത്തിനെല്ലാം. പരിപാടി കഴിഞ്ഞാലുടൻ വീട്ടിലേക്കെത്തും. നല്ലതെന്ത് കണ്ടാലും കിട്ടിയാലും ഞങ്ങൾക്കായി മാറ്റിവെക്കും. ഞങ്ങൾക്ക് പുത്തൻ ഡ്രസ്സ് എടുക്കുമ്പോഴും അദ്ദേഹത്തിന് വാങ്ങിക്കില്ല. എനിക്ക് പുതിയതിന്റെ മണം പറ്റില്ലെന്നാണ് പറയുകയെന്നും രേണു പറഞ്ഞിരുന്നു. അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് സുധിക്കും കുഞ്ഞിനും വേണ്ടി ജീവിച്ചതെന്നും രേണു പറഞ്ഞിരുന്നു. ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് വഴി തെളിഞ്ഞിരുന്നു. എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതിരുന്നതെന്ന് രേണു പറയുന്നു. സുധിച്ചേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നുവെന്നും എന്നാൽ കൂടെ നിന്ന് ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നും രേണു വെളിപ്പെടുത്തി. താൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധിച്ചേട്ടനും മോനും ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി. കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. ഇക്കാര്യം താൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ്. ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. 2 വർഷത്തെ ഡിപ്ലോമ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായി അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു. 40,000 രൂപയായിരുന്നു സാലറി. സുധിച്ചേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്. സുധിച്ചേട്ടൻ്റെ ഭാര്യയെ ധൈര്യമായി ഇങ്ങോട്ട് വിട്ടോളൂ, ജോലിയൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു. അന്ന് കിച്ചു കുഞ്ഞാണ്, 7ൽ പഠിക്കുന്നു. കിച്ചു പറഞ്ഞു, അച്ഛാ, ഈ അമ്മയെ ഇപ്പോൾ കിട്ടിയതല്ലേ, അമ്മയെ ജോലിക്ക് വിടണ്ട. അമ്മ ഒരു സ്ഥലത്തും നമ്മൾ വേറൊരു സ്ഥലത്തും ആവില്ലേ എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ തന്നോട് പറഞ്ഞു, വാവുട്ട, കിച്ചു ഇങ്ങനെയാണ് പറയുന്നത്, എന്ത് ചെയ്യുമെന്ന്. താൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ മതി, കിച്ചുവിൻ്റെ വാക്കുകളാണ് വലുത്, ജോലി ഉപേക്ഷിക്കാമെന്ന്. കിച്ചുവിന് അമ്മ ഇല്ലായിരുന്നു. അവൻ അമ്മയായിട്ടാണ് അന്നും ഇന്നും തന്നെ കാണുന്നത്. ജോലിക്ക് പോയാൽ പണം കിട്ടുമായിരിക്കും, പക്ഷെ അവനൊരു അമ്മയുടെ സാമീപ്യം കിട്ടില്ലല്ലോ, സുധിച്ചേട്ടൻ പറഞ്ഞു. ചെറുതാണെങ്കിലും എനിക്കിപ്പോൾ ഒരു വരുമാനമുണ്ടല്ലോ, നീ ജോലിക്കൊന്നും പോകണ്ട എന്ന്. അങ്ങനെയാണ് ആ കരിയർ ഉപേക്ഷിച്ചതെന്നും രേണു പറയുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.